നമുക്കിപ്പം ഫസൽ ഗഫൂർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഫസൽ ഗഫൂർ, അതായത് വഖഫ് ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ കോടതി ഇടപെടുകയാണ്, കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. വലിയ സാമ്പത്തിക ചെലവുകൾ പാടില്ല, എന്ത് തീരുമാനമെടുക്കുന്നതിന് മുൻപും കോടതി അറിയിക്കണം. ആ രീതിയിൽ കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതിന് ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പശ്ചാത്തലത്തിലാണ് കോടതി ഇതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയണം. പെറ്റീഷൻ എന്ത് രീതിയിലാണ് വഖഫ് ബോർഡിനെതിരായിട്ട് കോടതിയിൽ പോയെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നം പറയാം, LDF ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള ചെയർമാനും അധികം വഖഫ് അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അത് UDFന്റെ വശത്തു നിന്ന് ആരെങ്കിലും ഇടപെട്ടാണോ അല്ലേ എന്ന് അറിയാത്തുള്ള കാലം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് പറയാൻ പറ്റൂല. എന്നാൽ കൂടി അത് സാധാരണ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ കോടതി ഇങ്ങനെ ഇടപെടാറില്ല. കോടതി ഇടപെടാറുണ്ട്. തെറ്റായ ധാരണയാണ് കോടതിക്ക് ഇടപെടാൻ പറ്റൂല എന്ന്. എന്ത് കേസ് ഉണ്ടെങ്കിലും വഖഫ് ബോർഡിലുണ്ടെങ്കിലും വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് 3 സുപ്രധാന ഹർജികൾ, അതാണ് ഇന്ന് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിച്ചത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ബോർഡിന്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട നിയമപരമായ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുനമ്പം വിഷയത്തിലെ ക്രമക്കേടുകൾ, ഇതെല്ലാമാണ് ഈ ഹർജിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് നിങ്ങളോട് ചോദിച്ചത്. അതായത് ഒരു മുൻ ഗവൺമെന്റ് മാറുമ്പോൾ നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വഖഫ് ബോർഡ്, ഇതൊന്നും ഗവൺമെന്റിന് അനുസൃതമായിട്ട് മാറുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പുതിയതായിട്ട് വരുന്ന ഗവൺമെന്റിന്റെ ഇതിനനുസരിച്ചിട്ട് അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ കേരളത്തിൽ ഇപ്പൊ കാര്യമായിട്ടൊരു വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ഗവൺമെന്റ് കാര്യത്തിൽ. അപ്പോ വഖഫ് LDF നിയമിച്ചിട്ടുള്ള ഇന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ കൂട്ടരും അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരായിരിക്കണം ഈ കേസ് നടക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ കോടതി ഈ കാര്യത്തിൽ ഇടപെടണം. അതായത് വഖഫ് ബോർഡിൽ ഈ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് 2 അംഗങ്ങൾ വേണം, അങ്ങനെ ഒരു നിയമമുണ്ട്, ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് ഷോൺ ജോർജ് ആണ് ഈ ഹർജിയുമായി പോയിട്ടുള്ളത്. അതിൽ മുസ്ലിം ഇതര അംഗങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിം ഇതരം എന്ന് പറഞ്ഞിട്ടുള്ള അല്ല അങ്ങനെ വന്നിട്ടുള്ളത് ഗവൺമെന്റിന്റെ നോമിനിയായിട്ട് വരുമ്പോൾ ചിലപ്പോൾ വരുന്നത് ഗവൺമെന്റ് കളക്ടർ ആവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോമിനി. അല്ലാതെ തെറ്റായ ധാരണ കത്തോലിക്ക സഭയുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് 2 മുസ്ലിമുകളെ അയക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവും. അല്ലെങ്കിൽ SNDP നമ്മുടെ ദേവസ്വം ബോർഡിൽ 2 മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ശരിയാവും. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണെങ്കിൽ അത് നമ്മൾ അവലംബിച്ചേ പറ്റൂ. അങ്ങനെ ഇടപെടാൻ പറ്റൂല. നമ്മുടെ വഖഫ് ബോർഡിലൊക്കെ തന്നെ നോൺ മുസ്ലിം, ഉദാഹരണമായിട്ട് വഖഫ് ട്രിബ്യൂണൽ, പലപ്പോഴും വഖഫ് ട്രിബ്യൂണലിന്റെ തലപ്പത്തിരിക്കുന്നത് മറ്റേ മുസ്ലിമായിട്ടുള്ള വ്യക്തിയാണല്ലോ. അപ്പൊ അതിൽ യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് തന്നെ വഖഫ് ട്രിബ്യൂണലിന്റെ ഇതിനെതിരായിട്ട് നമുക്ക് ജില്ലാ കോടതിയിൽ പോവാം, നമുക്ക് സുപ്രീം കോടതി വരെ പോവാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ 2 അംഗങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള നിയമം ഇവിടെ നടപ്പാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.